പണ്ട് സോമാലിക്ക് സമമാണ് എന്നൊക്കെ പറഞ്ഞ കക്ഷി തന്നെ പറഞ്ഞിരുന്നത്. ആ കക്ഷിയാണ് കേരളത്തിൽ 2 ബോട്ട് എടുത്തിട്ട് അങ്ങ് അയോധ്യയിലും വാരാണസിയിലും ഇനിയിപ്പോൾ സർവീസ് നടത്താൻ വേണ്ടി പോകുന്നത്. എന്ത് പറയാനാണ്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രാജീവ് സർദേശായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ മസ്റ്റ് തിങ്ക് ടുമാറോ എന്ന്. അതുപോലെ തന്നെയാണ് കേരളം ഇന്ന് എന്താണ് പറയുന്നത്, നാളെ അത് ഇന്ത്യ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. പോകുന്ന പോക്കിൽ രാജ്യം ഭരിക്കുന്നു എന്ന അധികാര ഗർവ് ഉപയോഗിച്ചുകൊണ്ട് ഈ കക്ഷി യുപിയിലേക്ക് കടത്തിയത്. കാരണം ഈ നവകേരള സദസ്സിന്റെ വിജയം അത് കോൺഗ്രസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, സ്വാഭാവികമാണത്. നവകേരള സദസ്സിന്റെ വിജയം, നവകേരള സദസ്സിന്റെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ RSS പറയുന്നത് ചെയ്യുക, അതല്ലെങ്കിൽ കനകോലു എഴുതി കൊടുക്കുന്നത് പ്രചരിപ്പിക്കുക, ആകെ എടുക്കുന്ന 2 പണികളാണ്. ഇന്ന് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ മുക്കിയ 2 വാർത്തകളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത്, കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നുകൊണ്ട് ഗ്യാരണ്ടിയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ച ഒരു കക്ഷിയുണ്ടല്ലോ, ആ കക്ഷി പോകുന്ന പോക്കിൽ 2 ബോട്ടും എടുത്തിട്ടാണ് പോയത്. നിങ്ങളെ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിഞ്ഞു കാണില്ല. നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും ഇങ്ങനൊരു വാർത്ത ഇടം പിടിച്ചിട്ടില്ല. എന്തിന്, 100 വാർത്തകൾ ഒന്നിച്ച് വായിച്ചു പോകുന്ന സ്പീഡ് ന്യൂസിൽ 10 സെക്കൻഡ് പോലും ഇങ്ങനൊരു സംഭവം ആരും കണ്ടു കാണില്ല. ഇത് ഹിന്ദുവിൽ വന്നിരിക്കുന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഇങ്ങനെയാണ്: 2 ferries meant for കൊച്ചി വാട്ടർ മെട്രോ ടു ഓപ്പറേറ്റ് ഇൻ അയോധ്യ വാരാണസി. ചുരുക്കി പറഞ്ഞാൽ, കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട 2 ബോട്ടുകൾ അയോധ്യയിൽ വാരാണസിയിൽ ഇനി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണത്രേ. കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് എന്താ വാരാണസിയിലോ അയോധ്യയിലോ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയോ എന്നൊന്നും ആരും ചിന്തിച്ചേക്കരുത്. സംഗതി അങ്ങനെയല്ല. പോകുന്ന പോക്കിൽ 2 ബോട്ട് അടിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡാണ് കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ബോട്ടുകൾ നിർമ്മിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടുള്ള സംരംഭമാണ്. നിരവധി ബോട്ടുകൾ ഇതിനകം തന്നെ നീറ്റിലേക്ക് ഇറക്കുകയും ചെയ്തു. അങ്ങനെ ഇനി നീറ്റിലേക്ക് ഇറങ്ങാനിരുന്ന 2 ബോട്ടുകളാണ് പോകുന്ന പോക്കിൽ രാജ്യം ഭരിക്കുന്നു എന്ന അധികാര ഗർവ് ഉപയോഗിച്ചുകൊണ്ട് ഈ കക്ഷി യുപിയിലേക്ക് കടത്തിയത്. അയോധ്യയിലും വാരാണസിയിലും ഇനി അത് സർവീസ് നടത്തും. അതുകൊണ്ടാണ് രാജ്യത്തെ ഇൻലാൻഡ് നാവിഗേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് ഇനി അത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കേണ്ടത്, കേരളത്തിൽ കൊച്ചി വാട്ടർ മെട്രോക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡ് നിർമ്മിക്കപ്പെട്ട ബോട്ടുകളാണ് ഇനി അയോധ്യയിലും വാരാണസിയിലും സർവീസ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചെറുതല്ലാത്ത വലിയ നേട്ടം തന്നെയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ചിടത്തോളം. എന്നാലാവട്ടെ, കൊച്ചിൻ വാട്ടർ മെട്രോക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട ബോട്ടുകൾ എടുത്തുകൊണ്ടുപോയപ്പോൾ അത് നമ്മെ അറിയിക്കേണ്ട മാധ്യമങ്ങൾ അങ്ങനെ ഒരു വാർത്ത അറിയിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ്. സംസ്ഥാനത്തിന് ഏറെ അഭിമാനകരമായ പദ്ധതിയാണ് കൊച്ചിൻ വാട്ടർ മെട്രോ സർവീസ് എന്ന് പറയുന്നത്. അതിലേക്ക് ഇറക്കിയിരിക്കുന്ന ബോട്ടുകളെല്ലാം തദ്ദേശീയമായി വികസിപ്പിച്ചതുമാണ്, നിർമ്മിപ്പിച്ചതുമാണ്. ആ നിർമ്മിക്കപ്പെട്ട ബോട്ടുകളിൽ 2 സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതാവട്ടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കർവ് ഉപയോഗിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു വാർത്താ പ്രാധാന്യമുള്ള സംഗതിയല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ബോധപൂർവം അത് ചർച്ച ചെയ്യാതെ പോകുന്നത്? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കനകോലു എഴുതി കൊടുക്കുന്നതും RSS കൽപ്പിക്കുന്നതും മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് എന്ന്. ഇതിൽ ഏറെ ചിന്തിക്കേണ്ട ഒരു സംഗതി, ഈ ബോട്ട് എടുത്ത് പോയ കക്ഷി തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നുകൊണ്ട് കേരളം ഏറെ മോശമാണ്, പണ്ട് സോമാലിക്ക് സമമാണ് എന്നൊക്കെ പറഞ്ഞ കക്ഷി തന്നെ പറഞ്ഞിരുന്നത്. ആ കക്ഷിയാണ് കേരളത്തിൽ 2 ബോട്ട് എടുത്തിട്ട് അങ്ങ് അയോധ്യയിലും വാരാണസിയിലും ഇനിയിപ്പോൾ സർവീസ് നടത്താൻ വേണ്ടി പോകുന്നത്. എന്ത് പറയാനാണ്? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രാജീവ് സർദേശായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് കേരള തിങ്സ് ടുഡേ ഇന്ത്യ മസ്റ്റ് തിങ്ക് ടുമാറോ എന്ന്. അതുപോലെ തന്നെയാണ് കേരളം ഇന്ന് എന്താണ് പറയുന്നത്, നാളെ അത് ഇന്ത്യ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. അതേ നിലയിൽ തന്നെയാണ് ഇപ്പോൾ വാട്ടർ മെട്രോ ബോട്ട് പോലും അടിച്ചു മാറ്റി എടുത്തു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് സംഭവങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2ാമത്തെ വാർത്ത, ആടുജീവിതം ഉൾപ്പെടെ പല പുസ്തകങ്ങൾ എഴുതി സാഹിത്യകാരന്മാരിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ബെന്യാമിൻ നമ്മൾക്കേറെ പരിചിതമുള്ള സാഹിത്യകാരനാണ്. ബെന്യാമിൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്, ഒപ്പം തന്നെ ഇന്ന് കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പുമുണ്ട്. ഈ 2 കുറിപ്പുകളും നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും സ്ഥാനം പിടിക്കാതെ പോയതാണ്. ആദ്യത്തേത് ഇങ്ങനെയാണ്. ഡിസംബർ 18 അദ്ദേഹം കുറിച്ചിരിക്കുന്നത്, ഇന്നലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് 4 കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പന്തളം പാലത്തിനോട് ചേർന്ന നടപ്പാലം, വർഷം മുഴുവൻ അടഞ്ഞുകിടക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ, വയറുപുഴ പാലം പണി തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കുക, പ്രമുഖ കാർട്ടൂണിസ്റ്റായിരുന്ന PK മന്ത്രിയുടെ പേരിൽ ഒരു സ്മാരകം. ഇങ്ങനെ 4 എണ്ണമാണ്. ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലത്തിൻ്റെ പ്രവൃത്തി
ഇതാ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് തന്നെ കുറിച്ചത്. അതിങ്ങനെയാണ്: നവകേരള സദസ്സിൽ പങ്കെടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ എന്തു ഗുണം എന്ന് ചോദിച്ച ചിലരുണ്ട്. ഇപ്പോൾ നടന്നത് തന്നെ എന്ന് പരിഹസിച്ചവരുമുണ്ട്. ഡിസംബർ 17 പത്തനംതിട്ടയിലെ സദസ്സ്. അന്നുന്നയിച്ച കാര്യത്തിന് കൃത്യം 17 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഡിസംബർ 18 എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുക. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. വയറപ്പുഴ പാലത്തിന്റെ നിർമ്മാണത്തിന് ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ എല്ലാം നീക്കി മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. വീണ ജോർജിന് അഭിനന്ദനങ്ങൾ. വയറപ്പുഴ പാലവുമായി ബന്ധപ്പെടുത്തിയിട്ട് കഴിഞ്ഞ 12 വർഷമായി ആ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കുറേയേറെ നൂലാമാലകൾ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ നൂലാമാലകളെല്ലാം തീർത്ത് സർക്കാർ തത്വത്തിൽ അംഗീകാരമായിരിക്കുന്നു. ഉടനെ തന്നെ പാലം പണി ആരംഭിക്കും എന്ന തരത്തിലേക്ക് മന്ത്രിസഭ തീരുമാനം പോലും വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് ഒരു പാലത്തിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ തീരുമാനം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നവകേരള സദസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാതിക്ക് പരിഹാരം എന്ന നിലയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു വാർത്താ പ്രാധാന്യമുള്ള സംഗതിയാണല്ലോ. എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? ദിനമെന്നോളം നിങ്ങൾ കാണുന്ന വാർത്താ ചാനലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പാലം പണി തുടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്ത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ, കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല എന്നതിനായിരിക്കും ഉത്തരം. വയറപ്പുഴ കടവിൽ പാലം ഉടൻ, നിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അനുമതി, നവകേരള സദസ്സിൽ ഉന്നയിച്ച പരാതിക്ക് പരിഹാരം, പന്തളം കുളനട കവലകളിലെ ഗതാഗത കുരുക്കഴിയും. പന്തളത്തു നിന്നുള്ള വാർത്തയാണ്. പദ്ധതി തുക 9,35,73,000 രൂപ, ഉയരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വാർത്ത ഇങ്ങനെ പോവുകയാണ്. ഒരു പ്രദേശത്തിന്റെ ആകെ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിയാണ്, പാലം പണിയാണ്. നവകേരള സദസ്സിൽ പരിഹരിക്കപ്പെടുന്ന ഒട്ടനവധി പരാതികളിൽ ഒന്നു മാത്രമാണ് എന്ന് നമുക്ക് വെക്കാം. പക്ഷെ എന്നിരുന്നാലും ആ പാലം പണി കൊണ്ട് ഉണ്ടാവപ്പെടുന്ന ആ നാട്ടുകാരുടെ സന്തോഷം എത്ര വലുതാണ്. എന്നിട്ടും ഇതൊന്നും കാണാത്ത രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ബെന്യാമിൻ പറഞ്ഞതുപോലെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ട് എന്തുണ്ട് കാര്യം, എപ്പോൾ പരിഹരിച്ച് കിട്ടാനാണ് എന്നൊക്കെയുള്ള പരിഹാസ ചിരികൾക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിലുള്ള പരിഹാരവുമായിട്ട് ഗവൺമെൻറ് മെഷീനറി മുഴുവനായും വരുന്നത്. കണ്ണു തുറന്ന് കാണേണ്ടത് തന്നെയാണ് കൺമുന്നിൽ നടക്കുന്ന മാറ്റങ്ങൾ. പക്ഷേ എന്തോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമങ്ങൾ കനകോലു എഴുതി കൊടുക്കുന്നതും RSS കൽപ്പിക്കുന്നതും മാത്രമാണ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ വായിക്കേണ്ടത്, നമ്മൾ കാണേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് കുറേയധികം കാലം തന്നെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മളിപ്പോഴും അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല, പറയാറില്ല എന്നതല്ലേ സത്യം.